എന്റെ ഗെയിം അവർ കളിക്കണ്ട, ഏ വഴി തനിയെ വഴി. ഞാനൊരു മുൻകൂട്ടിയിട്ട് ഒരു അട്ട അലക്കലക്കി കൊടുത്താണ്. ഇപ്പൊ ഈ ഇരിക്കുന്ന ഓരോരുത്തരെയും ശത്രുക്കളാക്കാൻ എനിക്ക് പറ്റും, പക്ഷെ മിത്രങ്ങളാക്കാൻ അത്ര എളുപ്പമല്ല. അപ്പൊ ബിഗ് ബോസ് എനിക്ക് വോട്ട് കുറഞ്ഞു. ഞാനിപ്പോ ഇതേ കണ്ടില്ലേ, ഉണ്ടായിട്ട് കണ്ടില്ലേ കാവിരിത്തുമ്പില്. ഈ ബിഗ് ബോസിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴേ സ്റ്റേജിൽ മറ്റു മത്സരാർത്ഥികൾ പറയണ്ടായിരുന്നു, എന്റെ ഗെയിം നിങ്ങൾ കളിക്കരുത്, എന്റെ ഗെയിം അവർ കളിക്കണ്ട, ഏ വഴി തനിയെ വഴി. ഞാനൊരു മുൻകൂട്ടിയിട്ട് ഒരു അട്ട അലക്കലക്കി കൊടുത്താണ്. എന്റെ ഗെയിം നിങ്ങൾ കളിക്കരുത്, കാരണം എന്റെ ഗെയിം തെറ്റായ ഗെയിമാണ്. എന്റെ ഗെയിം കളിച്ച് നിങ്ങൾ ഔട്ട് ആവണമെന്ന് പറഞ്ഞത്. എന്റെ ഗെയിം ഞാൻ കളിച്ചാൽ മതി. പെട്ടെന്ന് എങ്ങാനും വല്ല ബിരിയാണി കിട്ടിയാലോ, അപ്പൊ എനിക്ക് ഇതിന്റെ ബാക്കി ഇടണ്ടേ. എന്റെ ഗെയിം, എന്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്റെ മാത്രം സ്പേസ് ആണ്. അപ്പൊ അവര് എന്റെ സ്പേസ് വലിയ സ്പേസ് ആണ്. ആ സ്പേസിലേക്ക് കയറാൻ വേണ്ടി ഒരുപാട് പേര് ആയിക്കോട്ടെ, എല്ലാവരും കഴിവുള്ള ആൾക്കാരാണ്. എല്ലാവരും 19 പേര് കഴിവുള്ള ആൾക്കാരാണ്. ഞാൻ വിചാരിക്കുന്നത് ഞാൻ 19ാമത്തെ കണ്ടസ്റ്റന്റ് അല്ല, അങ്ങനെ സോറി, 19 പേരുണ്ട്. ഈ 19 പേരിൽ ഒരാളാണ് ഞാൻ വിചാരിക്കുന്നത് 18 പേരും എന്നേക്കാൾ ബുദ്ധിയുള്ള ആൾക്കാരാണ്. അവരെ എങ്ങനെയും എനിക്ക് ചെറുത്ത് നിൽക്കണം. അതിൽ ചെറുത്ത് നിൽക്കണമെങ്കിൽ ഞാൻ എന്റേതായിട്ടുള്ള ഗെയിം പ്ലാനിൽ നോക്കണം. ഞാൻ എപ്പോഴും അവിടെ എന്റെ ചൊറി സ്വഭാവം എടുത്ത് ഞാൻ തന്നെ കണ്ടന്റ് ഉണ്ടാക്കി ഞാൻ പറഞ്ഞു കളിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ കുറെ പേര് പറഞ്ഞു ഒറ്റപ്പെടൽ ഗെയിമാണോ എന്ന് പറഞ്ഞു. ഒറ്റപ്പെടൽ ഒരു ഗെയിമല്ല. നമ്മള് പറഞ്ഞിപ്പോ ഈ ഇരിക്കുന്ന ഓരോരുത്തരെയും ശത്രുക്കളാക്കാൻ എനിക്ക് പറ്റും, പക്ഷെ മിത്രങ്ങളാക്കാൻ അത്ര എളുപ്പമല്ല. അതാണ്. അപ്പോൾ എനിക്ക് എളുപ്പവഴി എന്താണ്, എന്റെ മുമ്പിൽ ഒരു ആഴ്ചയുണ്ട്. ഞാൻ ഒരു സാധാരണക്കാരനായിട്ട് പോയവനാണ്. മറ്റുള്ളവരൊക്കെ ഒരുപാട് സ്റ്റാറ്റസുകളും മറ്റേ എന്തെങ്കിലും തരത്തിൽ ഒരു യൂട്യൂബേഴ്സോ അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ എന്നാലും എപ്പോഴോ നോക്കാറ്, ഞാൻ ഒന്നും ചെയ്യാറുന്നില്ല. അപ്പോ എന്നെ സംബന്ധിച്ചോളം 7 ദിവസം ഒരു ക്രൂഷ്യലായിരുന്നു. നിങ്ങളുടെയൊക്കെ മനസ്സിൽ 7 ദിവസം കൊണ്ട് ബിഗ് ബോസ് സീസൺ 6 രതീഷ് കുമാറിന്റെ വ്യക്തി കടന്നുകൂടിയില്ലേ? ഇല്ലേ? അതെന്റെ വിജയമാണ്. എന്തുകൊണ്ടപ്പോ അപ്പോഴും പ്രേക്ഷകർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് പെട്ടെന്നുള്ള ഒരു അത് എനിക്കറിയില്ല. അത് ബിഗ് ബോസ് സത്യസന്ധമായിട്ട് വോട്ടിന്റെ ഒരു ഇതുകൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞത് അല്ല, അത് വോട്ടിന്റെ തന്നെ ആയിരിക്കാം. കാരണം അതൊക്കെ ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് ആണ് എല്ലാം തീരുമാനിച്ചത്. ബിഗ് ബോസ് ഒന്നും ഒരാളെ പോലും ചതിക്കില്ല. ബിഗ് ബോസ് എടുക്കുന്നത് തന്നെ നമുക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോം തുറന്നു തരുന്ന ബിഗ് ബോസ് എന്തിനാണ് നമ്മള് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആ വോട്ടിംഗ് ഒക്കെ സത്യസന്ധമാണ്, എല്ലാം സത്യസന്ധമാണ്. അപ്പൊ ബിഗ് ബോസ് എനിക്ക് വോട്ട് കുറഞ്ഞു. ഞാനിപ്പോ ഇതേ കണ്ടില്ലേ, ഉണ്ടായിട്ട് കണ്ടില്ലേ കാവിരിത്തുമ്പില്. ബിഗ് ബോസിൽ കണ്ടന്റ് തന്നിരുന്ന ചേട്ടനാണ്, ആളുകളെ കാണാൻ, പ്രേക്ഷകരെ ബിഗ് ബോസ് കാണാൻ പ്രേരിപ്പിച്ചിരുന്ന ആള് ചേട്ടനാണ്. അപ്പൊ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളെ ബിഗ് ബോസിന് പുറത്താക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതല്ല, അത് ഞാൻ പറയട്ടെ, അത് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ. അതാണ് ബിഗ് ബോസ്. ബിഗ് ബോസ് അവിടെയും അതായത് കണ്ടന്റ് തരുന്നത് ഞാനാണെങ്കിൽ എനിക്ക് വോട്ട് കുറവാണ്, അപ്പൊ ഞാൻ ഔട്ടായി. അതാണ് ബിഗ് ബോസ് എന്ന്. ബിഗ് ബോസിന് അവിടെ കള്ളത്തരില്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ബിഗ് ബോസിനെ ഞാൻ ഇപ്പോഴും എന്നും അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ. കാരണം അതാണ് ബിഗ് ബോസ്. ഏറ്റവും കൂടുതൽ കണ്ടു തരുന്ന ആളാണെന്ന് പറഞ്ഞു. വെരി താങ്ക് യു. ഇയാളുടെ പേരെന്തായിരുന്നു? ജോഗർ. ഓക്കെ, താങ്ക് യു. അപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ വലിയൊരു കണ്ടന്റ് മേക്കർ ആയിരുന്നു എന്ന് പറഞ്ഞു. അതെ, ഞാനൊരു കണ്ടന്റ് മേക്കർ ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ കണ്ടന്റ് മേക്ക് ചെയ്യുമ്പോൾ ആദ്യം നെഗറ്റീവ് അടിച്ച് പിന്നെയാണ് പോസിറ്റീവ് അടിച്ചത്. അപ്പൊ എനിക്ക് വോട്ട് ബാങ്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അപ്പൊ എനിക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് ഇവിടെ എത്തി. നിങ്ങളെല്ലാവരും സ്നേഹം കിട്ടി. എന്നെ നെടുമ്പാശ്ശേരി ഇറങ്ങിയ എന്നെ എത്രയോ പരിചയമില്ലാത്ത എന്റെ ഫോണുകളിൽ അമ്മമാര് വിളിച്ച് കരയാണ്, എന്റെ മോനെ നീ ഔട്ടായില്ലടാ പറഞ്ഞിട്ട്. അമ്മ ആലോചിച്ചു നോക്കൂ, ഞാൻ ഇതൊക്കെ മതിരോ എനിക്ക്. ഇതേ ടി.എൻ. വിശ്വനാഥന്റെയും ഗിരിജാമയുടെയും മകന് ഇതൊക്കെ അല്ലാതെ പിന്നെ എന്തുട്ടാ 7 ദിവസം കൊണ്ട് ഒരു 100 ദിവസത്തെ എഫക്ട് ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയല്ലോ. മതി, ഞാൻ ഹാപ്പിയാണോ. ബിഗ് ബോസിന് മുന്നേ